നമുക്കിന്ന് ഒരു അടിപൊളി ഐറ്റം ഉണ്ടാക്കിയാലോ? നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനും അല്ലെങ്കിൽ 4 മണി പലഹാരമായിട്ടും അല്ലെങ്കിൽ രാത്രിയിൽ കഴിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിലും തയ്യാറാക്കി കഴിക്കാവുന്ന ഒരു കിടു ഐറ്റം. അതിനായിട്ട് ഞാൻ എടുത്തേക്കുന്നത് പുട്ടുപൊടിയാണേ. ഞാനിപ്പോൾ ഇവിടെ എടുത്തേക്കുന്ന അജ്മിയുടെ പുട്ടുപൊടിയാട്ടോ. നമുക്ക് വീട്ടിൽ തയ്യാറാക്കുന്ന പുട്ടുപൊടിയാണെന്നുണ്ടെങ്കിലും എടുക്കാം. ഇതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടേ. ഇനി ഞാൻ ഇതിലേക്ക് ഒഴിച്ചു വെക്കുന്നത് ചെറു ചൂടുവെള്ളമാട്ടോ. 1 കപ്പ് പൊടിക്ക് 1 കപ്പ് വെള്ളമാണ് എടുത്തേക്കുന്നത്. ഇനി ഇതൊരു 10 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഈ സമയം കൊണ്ട് ഒരു പാനിലേക്ക് കുറച്ച് നെയ്യൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിന് രുചി നെയ്യ് ചേർക്കുന്നതാണ്. എന്നിട്ട് അതിനുശേഷം കുറച്ച് തേങ്ങയും ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും കൂടെ ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള പഞ്ചസാര, കുറച്ച് ഏലക്ക ചുക്ക് പൊടിച്ചത്, കുറച്ച് നല്ല ജീരകം ഇതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഒരു 1 മിനിറ്റ് അടച്ചു വെക്കുന്ന സമയത്ത് നല്ലപോലെ വെന്ത് കിട്ടും കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ പുട്ടിന്റെ പൊടി ഒന്ന് 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഇളക്കിയെടുക്കണം. ആദ്യം ഒന്ന് സ്പൂൺ കൊണ്ട് ഇതുപോലെ ഒന്ന് ഇളക്കി എടുക്കാം. ഇനി നമുക്കിത് കൈ കൊണ്ടൊന്ന് ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യണം കേട്ടോ. നമ്മൾ പുട്ടിനൊക്കെ നനയ്ക്കുന്ന സമയത്ത് കൈ കൊണ്ട് ഒന്ന് കുഴച്ചു കൊടുക്കൂലേ, അതുപോലെ ഒന്ന് ചെയ്യാം. നമുക്കിതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ക്യാരറ്റ് തേങ്ങയുടെ മിക്സ്ചർ ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കണം. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നല്ലപോലെ ഇത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ചെറിയ ബോൾസ് ആയിട്ട് ഉരുട്ടിയെടുക്കാം കേട്ടോ. ഞാൻ കുറച്ച് ധൃതിക്ക് ചെയ്തുകൊണ്ട് പെട്ടെന്ന് അങ്ങ് ഉരുട്ടി ചെറിയ ബോളായിട്ടാണ് ഞാൻ ഉണ്ടാക്കിയത്. നമുക്ക് കയ്യിൽ കുറച്ച് നെയ്യ് തടവിയിട്ടാണ് ചെയ്യണമെങ്കിൽ കുറച്ചുകൂടെ നല്ല ഷേപ്പിൽ ബോൾസ് ഒക്കെ ആയിട്ട് കിട്ടും കേട്ടോ. ഞാനിപ്പോൾ കുറച്ച് ബോൾ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഞാനൊരു പിടി പോലെയാട്ടോ തയ്യാറാക്കിയത്. കുറച്ചുകൂടെ ഭംഗിക്ക് നല്ല റൗണ്ട് വേണമെന്നുണ്ടെങ്കിൽ കയ്യിൽ കുറച്ച് നെയ്യ് തടവി കൊടുക്കണേ. അതിനുശേഷം നമ്മുടെ സ്റ്റീമർ ഞാനൊന്ന് ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നമ്മുടെ ബോൾസ് ഒക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ആവി കയറി വരട്ടെ കേട്ടോ. നമ്മുടെ പുട്ട് തയ്യാറാക്കുന്ന ആ ഒരു ടൈം തന്നെയാണ് നമ്മുടെ ഇതിനും വേണ്ടത്. ഇപ്പൊ നമ്മുടെ ആവിയെല്ലാം വന്നു, നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഞാനിപ്പോൾ തീയൊക്കെ ഒന്ന് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന നമ്മുടെ അടിപൊളിയായിട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനോ അല്ലെങ്കിൽ സ്നാക്കായിട്ടോ അല്ലെങ്കിൽ രാത്രിയിൽ കഴിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിലും തയ്യാറാക്കി എടുക്കാം. എളുപ്പത്തിൽ തയ്യാറാക്കാം. അപ്പം പുട്ടൊക്കെ കഴിക്കാൻ മടിയുള്ളവർക്കാണെന്നുണ്ടെങ്കിലും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടാനും മറക്കല്ലേ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.